ഹായ് ഫ്രണ്ട്സ്, വെറും 1000 രൂപ കൊണ്ട് മാസം 10,000 രൂപ ലാഭം നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് വെറും 1000 രൂപ ചെറിയ മുതൽ മുടക്ക് കൊണ്ട് മാസം 10,000 രൂപ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിലിരുന്ന് തന്നെ ചെയ്ത് നല്ല രീതിയിൽ വരുമാനം നേടിയെടുക്കാൻ സാധിക്കുന്ന ബിസിനസ് തന്നെയാണ്. ഹോൾസെയിൽ ലൂസ് സെയിൽ ബിസിനസ്സിലുള്ള ഒരുപാട് ആളുകളാണ് ഇന്ന് സമ്പാദിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് ഇനിയും ഇതുപോലെ തന്നെ സമ്പാദിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ജോലി മാർഗമാണ് ഹോൾസെയിൽ ലൂസ് സെയിൽ ബിസിനസ് വ്യാപാരം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹോട്ടൽ ബ്ലെൻഡിലൂടെ എങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മുമ്പ് ഞാൻ പല വീഡിയോ ഹോട്ടൽ ബ്ലെൻഡുകളും ഞാൻ ചെയ്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏതൊക്കെ ബ്രാൻഡുകൾ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് നല്ല രീതിയിൽ ഹോട്ടൽ ബ്ലെൻഡ് ഉണ്ടാക്കിയിട്ട് നല്ല വരുമാനം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പരമാവധി മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം എന്താ, നമുക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ഈ ബ്രാൻഡ് ഏതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡുകളാണെന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്ന 5 ടോപ്പായിട്ട് നിൽക്കുന്ന ബ്രാൻഡുകളാണ്. ഈ ബ്രാൻഡിന്റെ കൂടെ നിങ്ങൾക്ക് മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന മറ്റു ബ്രാൻഡുകളും കൂടെ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ഹോട്ടൽ ബ്ലെൻഡ് ഉണ്ടാക്കിയിട്ട് കടകളിൽ കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മൾ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡൊക്കെ ഒരു ഡീലറിനെ സമീപിച്ച്, ഒരു ഓപ്ഷൻ ഡീലറിനെ ഒക്കെ സമീപിച്ച് എടുത്തിട്ട് നമ്മൾ വിൽപ്പന നടത്തുവാണെങ്കിൽ നമുക്കൊരു 50 രൂപ അല്ലെങ്കിൽ 60 രൂപ മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുള്ളൂ, അല്ലെ? ഇപ്പൊ ഹോൾസെയിൽ തേയിലയുടെ ഈ ഒരു വിലയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് മാക്സിമം എങ്ങനെ പോയാലും നമുക്കൊരു 50 രൂപ 60 രൂപ 40 രൂപ വരെയും കിട്ടുന്ന ആ ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 50 രൂപ 60 രൂപ അല്ല, നമ്മുടെ ലാഭം, പ്രോഫിറ്റ്, തേയില നല്ല ക്വാളിറ്റിയോടുകൂടി കൊടുക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോഫിറ്റ് അതനുസരിച്ച് വർദ്ധിപ്പിക്കുക. ആ 5 ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്നുള്ള ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുക. ഈ ടോപ്പായിട്ട് നിൽക്കുന്ന ബ്രാൻഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്ത നമ്പർ 1 ആയിട്ട് പറയുവാണെങ്കിൽ മയൂര SRD, മയൂരയുടെ തേയിലയാണ് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. ഹോട്ടൽ ബ്ലെൻഡ് ഉപയോഗിച്ച് നമുക്ക് തേയില നിർമ്മിച്ച് കൊടുക്കുവാനായിട്ട് മയൂര തേയില നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, നമ്പർ 1 ആണ്. ഈ മയൂര തേയിലയുടെ കൂടെ ഇപ്പൊ മയൂരയുടെ നിങ്ങൾ SRD ഗ്രേഡ് ആണ് എടുക്കുന്നതെങ്കിൽ മറ്റു ബ്രാൻഡുകൾ എടുക്കുമ്പോൾ നിങ്ങൾ RD ഗ്രേഡും അതോടൊപ്പം തന്നെ SFD ഗ്രേഡും എടുത്താൽ മതിയാവും. പിന്നെ രണ്ടാമത്തെ നോക്കുവാണെങ്കിൽ മയൂര കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സൂര്യനെല്ലിയുടെ ബ്രാൻഡാണ് വരുന്നത്. സൂര്യനെല്ലിയുടെ ബ്രാൻഡ് ഞാൻ മുമ്പത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റി കിട്ടുന്ന ബ്രാൻഡ് തന്നെയാണ് സൂര്യനെല്ലി. ടോപ്പായിട്ട് നിൽക്കുന്ന സൂര്യനെല്ലി തേയില ഉപയോഗിച്ചും നിങ്ങൾക്ക് ഹോട്ടൽ ബ്ലെൻഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കടകളിലൊക്കെ കൊടുക്കുവാനായിട്ട് സാധിക്കും. കാരണം ഈ ഒരു സൂര്യനെല്ലിയുടെ ബ്രാൻഡൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഹോട്ടൽ ബ്ലെൻഡ് ഉണ്ടാക്കുവാണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി, നമ്പർ 1 ക്വാളിറ്റിയാണ് ഈ തേയിലേക്ക് കിട്ടുന്നത്. ഈ ക്വാളിറ്റി കാരണം നിങ്ങൾ തേയില കൊടുക്കുന്നവര് വീണ്ടും നിങ്ങളോട് തേയില ആവശ്യപ്പെടും. ബൾക്കായിട്ടുള്ള ഓർഡറുകൾ നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സൂര്യനെല്ലി നിങ്ങൾക്ക് ഉപയോഗിക്കാം, ടോപ്പായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ, ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സൂര്യനെല്ലി തേയില ഉപയോഗിക്കാം, നല്ല ക്വാളിറ്റി കിട്ടുന്നതാണ്. മൂന്നാമത്തെ നോക്കുവാണെങ്കിൽ AVT ആണ് വരുന്നത്. AVTയുടെ നമുക്ക് അറിയാം, അല്ലെ? നല്ല ക്വാളിറ്റിയുള്ള ചായയാണ് AVTയുടെ. നമ്മൾ AVTയുടെ പാക്കറ്റുകൾ നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ കണ്ടു വളരുന്നതാണ് AVTയുടെ പാക്കറ്റുകളൊക്കെ, അല്ലെ? എന്നാൽ AVTയുടെ ലൂസ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കരടിക്കുടി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള ലൂസ് തേയിലയുണ്ട്. ഈ ബ്രാൻഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഹോട്ടൽ ബ്ലെൻഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നാലാമത്തെ നോക്കുവാണെങ്കിൽ കണ്ണൻദേവന്റെ ബ്രാൻഡാണ് വരുന്നത്. കണ്ണൻദേവന്റെ നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡുകൾ ഞാൻ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ഈ കണ്ണൻദേവന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാഗോര തേയിലിനെ കുറിച്ച് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ കുടുംബാംഗങ്ങൾ അത് കണ്ടിട്ടുള്ളതാണ്, ആ ഒരു വീഡിയോയിലൂടെ കണ്ടിട്ടുള്ളതാണ്. വാഗോര തേയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിൽ കണ്ണൻദേവൻ കമ്പനിക്കാരുടെ തേയില വരുന്നത് മൂന്നാർ കമ്പനിയാണ്. അപ്പൊ അവരുടെ നല്ല ക്വാളിറ്റി, മികച്ച ക്വാളിറ്റിയാണ് കണ്ണൻദേവൻകാർ കൊടുക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് ബ്രാൻഡിലുള്ള തേയിലകളാണ് നിലവിലുള്ളത്. ഈ പറഞ്ഞ ബ്രാൻഡിലൊക്കെ നമുക്ക് എടുത്ത് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. അതിനകത്ത് നമ്പർ 1 ടോപ്പായിട്ട് ഞാൻ പല പ്രാവശ്യം ഞാൻ ബ്ലെൻഡിങ്ങിന് കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ് കണ്ണൻദേവൻ. കാരണം നമുക്ക് വലിയ ഓർഡർ 100 കിലോ ഒക്കെ നമുക്ക് ഓർഡർ ലഭിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് കണ്ണൻദേവന്റെ ഈ ബ്രാൻഡൊക്കെ എടുക്കുന്നത്. കണ്ണൻദേവന്റെ ബ്രാൻഡ് എടുക്കും. അതല്ലെങ്കിൽ ഞാൻ മയൂരയുടെ ബ്രാൻഡ് എടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. മയൂര ഹോട്ടൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്, സൂര്യനെല്ലി എടുത്ത് ഹോട്ടൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്, കണ്ണൻദേവന്റെ വാഗോരയൊക്കെ എടുത്ത് ഞാൻ ഹോട്ടൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കൊരു ഓർഡർ കിട്ടിയത് ഞാൻ 5 കിലോയുടെ പാക്കറ്റുകളായിട്ട് കൊടുത്താണ്. അത് വൈകാതെ അടുത്ത വീഡിയോയിലൂടെ ഞാൻ ആ കണ്ണൻദേവന്റെ ഒരു ബ്രാൻഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. ഒരു ഓപ്ഷൻ ഡീലറിനെ സമീപിച്ച് നിങ്ങൾക്ക് അത് എടുക്കാനായിട്ട് സാധിക്കും. അതൊക്കെ എടുത്ത് നിങ്ങൾ വിൽപ്പന നടത്തുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുമാനം നേടാൻ സാധിക്കും. ഇനി 5ാമത്തെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, വീഡിയോ അധികം ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്. 5ാമത്തെ ബ്രാൻഡായിട്ട് വരുന്നത് ടാറ്റാക്കാരുടെ ബ്രാൻഡാണ്. ടാറ്റാക്കാരുടെ മലക്കിപ്പാറയുടെ ഒരു ബ്രാൻഡ് ഞാൻ മുമ്പത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തി കാണിച്ചിട്ടുള്ള. അപ്പൊ ആ മലക്കിപ്പാറ ടാറ്റക്കാർക്ക് ഒരുപാട് ബ്രാൻഡുകളുണ്ട്, അല്ലെ? ഉരുളിക്കലുണ്ട്, ഗ്ലെല്ലോറിനുണ്ട്, മലക്കിപ്പാറയുണ്ട്, വേറെ ഉണ്ട് അവർക്ക്. അപ്പൊ ഇതുപോലുള്ള ബ്രാൻഡുകളൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് ഹോട്ടൽ ബ്ലെൻഡ് രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഹോട്ടൽ ബ്ലെൻഡ് ഉണ്ടാക്കുന്നതിന്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വാംതയുടെ തേയില നമുക്ക് എടുത്തിട്ട് ഹോട്ടൽ ബ്ലെൻഡ് ആയിട്ട് ഇതിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും.
അല്ലെങ്കിൽ നമുക്ക് ചിന്നാർ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്, സെന്നി വാലി എന്ന് പറഞ്ഞ ബ്രാൻഡ് വരുന്നുണ്ട്, വുഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ, ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു മീഡിയം ക്വാളിറ്റിയിൽ വരുന്ന ബ്രാൻഡുകളാണ് ഈ പറഞ്ഞ വാംടി, അതോടൊപ്പം തന്നെ വുഡ് ബ്രിഡ്ജ്. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ 5 ബ്രാൻഡുകളുടെ കൂടെ നമ്മൾ ഇതുപോലെയുള്ള ഒരു ആവറേജ് ക്വാളിറ്റിയിലുള്ള ബ്രാൻഡുകൾ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഹോട്ടൽ ബ്ലെൻഡ് നിർമ്മിച്ച് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങൾ ചായ ഹോട്ടൽ ബ്ലെൻഡിലൂടെ നിങ്ങൾ നല്ല രീതിയിൽ വരുമാനം നേടിയെടുക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഹോട്ടൽ ബ്ലെൻഡ് നിങ്ങൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾ 1000 രൂപ കൊണ്ട് ഒരു 5 കിലോ ഒക്കെ എടുത്തായിരിക്കും നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നത് അല്ലെ. ഈ ഒരു 5 കിലോ കൊണ്ട് തുടങ്ങി അത് 2000 3000 അങ്ങനെയാണ് എല്ലാ ആളുകളും ഈ പറഞ്ഞതുപോലെ 25,000 50,000 കടക്കണം. വെച്ചാൽ ഒറ്റയടിക്ക് വേറെ 1,00,000 രൂപ എടുത്തു മറിച്ച് ബിസിനസ് ചെയ്യുന്നവരായിരിക്കില്ല. ഞാൻ എന്റെ അനുഭവമാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങിയാണ് വലിയ നിലയിലേക്ക് എത്തുന്നത്. അല്ലാതെ വലിയ മുതൽ നിങ്ങൾ നേരെ എടുത്ത് ഇതിനകത്തേക്ക് മറിച്ചിട്ട് ഇതെന്താവും ഏതാവും എന്നുള്ള ആ ഒരു ടെൻഷനിൽ ആവലാതി പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ബിസിനസ് തുടങ്ങരുത്. നിങ്ങളുടെ കയ്യിൽ എത്ര ബഡ്ജറ്റ് ഉണ്ടോ ആ ബഡ്ജറ്റ് മുഴുവനും ഒരു ബിസിനസ്സിലേക്ക് ഇറക്കാൻ ഞാൻ ഒരിക്കലും നിങ്ങളോട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, പറയത്തുമില്ല. നിങ്ങൾക്കൊണ്ട് സാധിക്കുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത്രയും ഒരു എമൗണ്ട് അല്ലെ, നിങ്ങളുടെ കയ്യിലൊരു 1000 രൂപയുണ്ട്, നിങ്ങൾ ഈ 1000 രൂപ കൊണ്ട് നിങ്ങൾ നേരെ ബിസിനസ് തുടങ്ങുന്നത് ഞാൻ പറയത്തില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ 1000 രൂപയുണ്ട്, ഒരു 250 വെച്ച് നിങ്ങൾ ഇതൊന്ന് നൈസായിട്ട് തുടങ്ങി നോക്കിയിട്ട് നിങ്ങൾ ഇതിന്റെ ലാഭവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കിത് പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് അതിപ്പോ ഈ ഒരു ബിസിനസ് അല്ല, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം പ്രേക്ഷകരെ, നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഏതൊരു ബിസിനസ് തുടങ്ങിയാലും നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കണം മുഴുവനും സമ്പാദ്യവും നിങ്ങൾ ആ ഒരു ബിസിനസ്സിലേക്ക് ഇറക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. ചെറിയ രീതിയിൽ നിങ്ങൾ ആദ്യം ഒന്ന് തുടങ്ങി നോക്കുക. തുടങ്ങിയിട്ട് അതിനകത്ത് നിന്ന് വിജയം നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പിന്നെ അതിനകത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. കാരണം പ്രോഫിറ്റ് ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്ത രീതിയിൽ വലിയൊരു കടക്കടിയിലേക്ക് വീഴാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ലൂസ് ടൈൽ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് ഒരുപാട് നല്ല രീതിയിൽ വരുമാനം നേടാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആളുകൾക്ക് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ഒരുപാട് ആളുകൾ ലൂസ് ടൈൽ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, മെയിൽ വഴിയൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാം തീർച്ചയായിട്ടും നമുക്ക് അയക്കുന്ന ആ ഒരു മെസ്സേജ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവർക്ക് നല്ല രീതിയിൽ ഇതിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനം നേടിയെടുക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ബ്രാൻഡ് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ 5 ബ്രാൻഡുകൾ ഹോട്ടൽ ബ്ലെൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ 5 ബ്രാൻഡുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. അപ്പൊ അതിന്റെ ഏത് ഗ്രേഡ് എടുത്താലും നിങ്ങൾ എടുക്കുന്ന മറ്റ് ഗ്രേഡുകൾ വ്യത്യാസം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ സൂര്യനെല്ലിയുടെ SRDO RDO ആയിക്കോട്ടെ, നിങ്ങൾ അതൊരു സൂര്യനെല്ലിയുടെ ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ മറ്റു ബ്രാൻഡ് വേണ്ട. അപ്പൊ ഈ സൂര്യനെല്ലിയാണ് അതിനകത്ത് ടോപ്പായിട്ട് നിൽക്കുന്നത് അല്ലെ. 5 ബ്രാൻഡിൽ പറഞ്ഞതിൽ സൂര്യനെല്ലിയാണ് അതിനകത്ത് ടോപ്പായിട്ട് നിൽക്കുന്നതെങ്കിൽ വാംടി അതോടൊപ്പം തന്നെ ചിന്നാർ പോലെയുള്ള ടാറ്റയുടെ മറ്റ് ബ്രാൻഡുകളും ഗ്രേഡുകളും കൂടെ ചേർത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹോട്ടൽ ബ്ലെൻഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.